പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് തുടങ്ങാൻ പോകുന്നത്. ആവറേജ് അല്ലെങ്കിൽ ശരാശരി നോക്കാം. അപ്പോൾ എന്താണ് ശരാശരി? അതാദ്യം നമ്മൾ പഠിക്കണം. എന്താണ് നമ്മൾ ഈ ഓരോ ടോപ്പിക്കിൻ്റെയും ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ആ ടോപ്പിക്ക് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് നോക്കാം. എന്താണ് ശരാശരിയുടെ ഡെഫിനിഷൻ നോക്കാം. ഒരു കൂട്ടം അളവുകളെ ഒരു അളവ് കൊണ്ട് പ്രതിനിധീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിലാണ് നാം ശരാശരി ഉപയോഗിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കൂട്ടം അളവുകളെ ഒരൊറ്റ അളവ് കൊണ്ട് നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുന്നു. ആ ഒരു കൂട്ടം അളവുകളെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരൊറ്റ അളവ് കൊണ്ടായിരിക്കും. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിലാണ് നമ്മൾ ശരാശരി ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, ശരാശരി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ശരാശരി എന്ന് പറയുന്നത് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനുള്ള വഴിയാണ് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ബാക്കി രണ്ട് ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കാം. ഇനി ശരാശരിയും എണ്ണവും തന്നു കഴിഞ്ഞാൽ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? തുക കണ്ടുപിടിക്കാൻ ശരാശരി തന്നിട്ടുണ്ടെങ്കിൽ ശരാശരി ഇൻറ്റു എണ്ണം, അല്ലേ? എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? തുകയെ കിട്ടും. ശരാശരിയെ എണ്ണം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? തുകയെ കിട്ടും. അതേപോലെ ഇനി എണ്ണം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ തുക തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്. നമ്മളടുത്ത് എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കുക തുക ഡിവൈഡഡ് ബൈ ശരാശരി. അപ്പോൾ മനസ്സിലായല്ലോ, ശരാശരി എന്താണെന്ന് മനസ്സിലായി. ശരാശരി കണ്ടുപിടിക്കേണ്ട വഴി എന്താണെന്നും മനസ്സിലായി, അല്ലേ? എന്താ ഇക്വേഷൻ? തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇതിനകത്ത് ഈ തുക കണ്ടുപിടിക്കാനാണെങ്കിൽ ശരാശരിയും എണ്ണവും തന്നിട്ട് തുക കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ശരാശരി ഇൻറ്റു എണ്ണം. ഇനി എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ തുക തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്, എണ്ണം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? തുക ഡിവൈഡഡ് ബൈ ശരാശരി. അപ്പോൾ ഇത്ര ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്ര ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ശരാശരി ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. അതിൽ നിന്ന് നമുക്ക് ബാക്കി രണ്ട് ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ശരാശരി എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഓറിയൻറ്റഡ് ആയിട്ട് കേരള PSCയിൽ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും വിവിധ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആദ്യത്തെ മോഡൽ നോക്കാം. നോക്കിയേ, ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ത്? ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താ? 1, 2, 3, 4 എന്നും പറഞ്ഞു പോകുന്ന എണ്ണൽ സംഖ്യകൾ, അല്ലേ? നമ്മൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സിനെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? 1 തുടങ്ങി 40 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു എന്താ ശരാശരി കാണാനുള്ള ഇക്വേഷൻ. ശരാശരി ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം, അല്ലേ? തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇതാണ് ശരാശരി കാണാനുള്ള ഇക്വേഷൻ. തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 40 എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ 1 തുടങ്ങി 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണണം. 1 + 2 + 3 അങ്ങനെ എക്സെട്ര എവിടം വരെ? 40 വരെയുള്ള സംഖ്യകളുടെ തുക കാണുക. അതേ ഡിവൈഡ് ബൈ എണ്ണം. എത്ര സംഖ്യകളുണ്ട്? 40 എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ 40 എണ്ണം, അല്ലേ? 40 എണ്ണം സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 + 2 + 3 എക്സെട്ര +40 ഡിവൈഡ് ബൈ 40. ഇതാണ് ശരാശരി കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? സാധാരണ നമ്മൾ പഠിച്ചത് രീതിയിലാണെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനുള്ള വഴിയാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് നമുക്കറിയാം ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? n × n+1/2, അല്ലേ? n+n+1/2. ഇതാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷനായിട്ട് നമ്മൾ പഠിച്ചത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എങ്ങനെ കാണും? 40 × 41 ഡിവൈഡ് ബൈ 2. ഇതാണ് ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ തുക, അല്ലേ? 40 × 41 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും?
അതേ ഡിവൈഡ് ബൈ നമ്മൾ ശരാശരി കാണണമെങ്കിൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 40 ഇൻറ്റു 41 എത്ര കിട്ടും? 1640 കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 820 കിട്ടും. ഈ 820 എന്ന് പറയുന്ന ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 820. അതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരാശരി കിട്ടും അല്ലേ. എത്ര കിട്ടും ശരാശരി നോക്കാം? 20.5 എന്ന് കിട്ടി. 20.5 എന്നാണ് നമ്മുടെ ശരാശരി കിട്ടുന്നത് അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് തുക ഡിവൈഡ് ബൈ എണ്ണം. ഇവിടെ തുക എന്ന് പറയുന്നത് 1 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് 1 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണുക, ഡിവൈഡ് ബൈ 40 എണ്ണം. ഇനി എന്താണ് 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ? നമുക്കറിയാം n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ 40 എന്ന് ഇട്ട് കൊടുത്താൽ, എന്നിൻ്റെ അവിടെ 40 എന്ന് ഇട്ട് കൊടുത്താൽ 40 ഇൻറ്റു 41 ഡിവൈഡ് ബൈ 2 അത് ചെയ്യുമ്പോൾ നമുക്ക് തുക കിട്ടും. ഡിവൈഡ് ബൈ എണ്ണം 40 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരാശരി 20.5 എന്ന് കിട്ടും അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ഓപ്ഷനകത്ത് കടത്തപ്പോൾ ഉണ്ട് ഓപ്ഷൻ എ 20.5 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള വഴി. ഇവിടെ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ശരാശരി കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഒരു എളുപ്പ വഴിയുണ്ട്. നോക്കാം. എളുപ്പ വഴി ഇക്വേഷൻ നോക്കിക്കോ. എളുപ്പ വഴി സംഖ്യയുടെ പകുതി. എളുപ്പ വഴി കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. സംഖ്യയുടെ പകുതിയെ 0.5 കൊണ്ട് കൂട്ടിയാൽ മതി. സംഖ്യയുടെ പകുതിയെ 0.5 കൊണ്ട് കൂട്ടിയാൽ മതി. ഇതാണ് എളുപ്പ വഴി. പഠിച്ചു വെച്ചേക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മോഡൽ 1. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യയുടെ പകുതി പ്ലസ് 0.5. സംഖ്യയുടെ പകുതി പ്ലസ് 0.5. ഇവിടെ 40 എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് 40ൻ്റെ പകുതി എത്ര? 20 അല്ലേ. 20ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇനി 0.5 കൂട്ടണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 20.5. ഓക്കെ ആണോ? ഇതാണ് എളുപ്പവഴി. ഓക്കെ. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള എളുപ്പവഴി എന്താ? സംഖ്യയുടെ പകുതി പ്ലസ് 0.5. നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആദ്യത്തെ 70 എണ്ണൽ സംഖ്യയുടെ ശരാശരി എളുപ്പവഴി സംഖ്യയുടെ പകുതി പ്ലസ് 0.5. അതാണ് നമ്മുടെ എളുപ്പവഴി അല്ലേ. സംഖ്യയുടെ പകുതി എത്ര? 70ൻ്റെ പകുതി 35. 70ൻ്റെ പകുതി 35. 35 പ്ലസ് 0.5 ആൻസർ കിട്ടും 35.5. 35.5 ഓപ്ഷൻ ബി. എളുപ്പവഴി മനസ്സിലായോ? അടുത്തൊരു കണക്കും കൂടെ നോക്കിയോ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്ര? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി നമ്മുടെ ഇക്വേഷൻ അറിയാം. സംഖ്യയുടെ പകുതി എത്ര? 50ൻ്റെ പകുതി 25 പ്ലസ് 0.5 25.5 ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ മോഡൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള സൂത്രവാക്യമായിരുന്നു എന്താ? സംഖ്യയുടെ പകുതി പ്ലസ് 0.5. സംഖ്യയുടെ പകുതി പ്ലസ് 0.5. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ 30 ഇരട്ട സംഖ്യയുടെ ശരാശരി എന്ത്? ആദ്യത്തെ 30 ഇരട്ട സംഖ്യയുടെ ശരാശരി. അപ്പോൾ ആദ്യത്തെ മോഡലിനകത്ത് നമ്മൾ എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ ശരാശരി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താ? സംഖ്യ പ്ലസ് 1. അപ്പോൾ നോക്കാം. ഇവിടുത്തെ 30 ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. 30 ഇരട്ട സംഖ്യ ആകുമ്പോൾ ഇവിടുത്തെ സംഖ്യ 30 പ്ലസ് 1 ആൻസർ 31. ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ 30 ഇരട്ട സംഖ്യകൾ, ആദ്യത്തെ n
ഈവൻ നമ്പേഴ്സാണ് നമ്മളടുത്ത് ചോദിക്കുന്നതെങ്കിൽ n ഈവൻ സംഖ്യയുടെ ശരാശരിയാണ് നമ്മളടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ സംഖ്യ പ്ലസ് 1 സംഖ്യ പ്ലസ് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 75 ഇരട്ട സംഖ്യയുടെ ശരാശരി 75 ഇരട്ട സംഖ്യയുടെ ശരാശരി ഇക്വേഷൻ എന്താ? സംഖ്യ പ്ലസ് 1 സംഖ്യ പ്ലസ് 1. ഇവിടുത്തെ സംഖ്യ 75 പ്ലസ് 1 76. ആൻസർ 76, ഓപ്ഷൻ സി. അടുത്ത ഇക്വേഷൻ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ 40 ഇരട്ട സംഖ്യയുടെ ശരാശരി ഇരട്ട സംഖ്യയുടെ ശരാശരി എന്താ ഇക്വേഷൻ? സംഖ്യ പ്ലസ് 1 സംഖ്യ പ്ലസ് 1 അല്ലേ? 40 പ്ലസ് 1 41, ഓപ്ഷൻ ബി. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ മോഡൽ നമ്മൾ പഠിച്ചു എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ. എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്തായിരുന്നു ഇക്വേഷൻ? സംഖ്യയുടെ പകുതി പ്ലസ് 0.5 സംഖ്യയുടെ പകുതി പ്ലസ് 0.5. ഇനി അടുത്ത മോഡൽ എന്താ? രണ്ടാമത്തെ മോഡൽ എന്താ നമ്മൾ പഠിച്ച? രണ്ടാമത്തെ മോഡൽ നമ്മൾ പഠിച്ചു ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ ശരാശരി. ആദ്യത്തെ, അത് ശ്രദ്ധിച്ചോണം കേട്ടോ, രണ്ടും ആദ്യത്തെ n ഇരട്ട സംഖ്യയുടെ ശരാശരി എന്താ? സംഖ്യ പ്ലസ് 1 സംഖ്യ പ്ലസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത മോഡൽ നോക്കാം. എന്താ? മോഡൽ 3. ആദ്യത്തെ 75 ഒറ്റ സംഖ്യയുടെ ശരാശരി ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ ഒറ്റ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എളുപ്പ വഴി പിടിച്ചു വെച്ചേക്കുക. ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്താ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെയായിരിക്കും ശരാശരി. എന്താണ് പറഞ്ഞത്? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് അല്ലെങ്കിൽ n ഓഡ് നമ്പേഴ്സിൻ്റെ ശരാശരിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്താണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഖ്യ ആ സംഖ്യ തന്നെയായിരിക്കും ശരാശരി. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ ഇവിടെ നോക്കിയേ. 75 ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരുന്നത് കൊണ്ട് എന്താണ് ആൻസർ വരുന്നത്? എത്രയാണോ ഇവിടുത്തെ നമ്പർ അല്ലെങ്കിൽ സംഖ്യ എത്രയാണോ ആ സംഖ്യ തന്നെ ആയിരിക്കും ശരാശരി 75. ഓക്കെ ആണോ? ഓക്കെ, ആദ്യത്തെ 40 ഒറ്റ സംഖ്യയുടെ ശരാശരി ആദ്യത്തെ, ആ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 40 ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരുന്നത് കൊണ്ട് ഒറ്റ സംഖ്യകളായതുകൊണ്ട് എന്ത് ചെയ്യും? സംഖ്യ ഏതാണോ അത് തന്നെ ആയിരിക്കും ശരാശരി. അങ്ങനെയാണെങ്കിൽ 40 ഇവിടുത്തെ സംഖ്യ, ശരാശരിയും 40 ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ 50 ഒറ്റ സംഖ്യയുടെ ശരാശരി ആദ്യത്തെ, ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യും? 50 ഇവിടുത്തെ സംഖ്യ, ആ സംഖ്യ തന്നെ ആയിരിക്കും ശരാശരിയും. ഓപ്ഷൻ ഡി 50. ഓക്കെ ആണോ? അപ്പോൾ 3 മോഡൽ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? ഫസ്റ്റ് മോഡൽ ആദ്യത്തെ, അത് ശ്രദ്ധിച്ചോണം. ആദ്യത്തെ n നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയുടെയാണ് ആദ്യത്തെ പറഞ്ഞത് അല്ലേ? ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സംഖ്യയുടെ പകുതി പ്ലസ് 0.5 സംഖ്യയുടെ പകുതി പ്ലസ് 0.5. ഇനി രണ്ടാമതായിട്ട് പഠിച്ച മോഡൽ എന്തായിരുന്നു? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തായിരുന്നു ഇക്വേഷൻ? സംഖ്യ പ്ലസ് 1. അടുത്ത മൂന്നാമതായിട്ട് പഠിച്ച ഇക്വേഷൻ, മൂന്നാമതായിട്ട് പഠിച്ച മോഡൽ എന്തായിരുന്നു? ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സംഖ്യ അല്ലെങ്കിൽ എത്ര സംഖ്യയുടെയാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ സംഖ്യ തന്നെ ആയിരിക്കും ശരാശരി. ഓക്കെ ആണോ? ആദ്യത്തെ 3 മോഡൽ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത മോഡൽ തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരട്ട സംഖ്യകളാണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2, 4, 6, 8 അല്ലെങ്കിൽ 8, 10, 12, 14 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഇരട്ട സംഖ്യകളാണ്. ഈ ഇരട്ട സംഖ്യകളുടെ ഈ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്, ആവറേജ് തന്നിട്ടുണ്ട് 27. ശരാശരി 27 ആണെന്ന് തന്നാൽ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എളുപ്പവഴി നോക്കിക്കോ. എളുപ്പവഴി ഇക്വേഷൻ ശരാശരി, ഇവിടെ തന്നേക്കുന്ന ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1. എന്താണ് ഇവിടുത്തെ സൂത്രവാക്യം? തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 എന്ന് തന്നു. അങ്ങനായാൽ അതിൽ വലിയ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഓക്കെ, അങ്ങനായാൽ ഇതിലെ വലിയ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വലിയ സംഖ്യ ശ്രദ്ധിക്കുക, വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഈ 4 നമ്പറിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറഞ്ഞേക്കുന്നത്. തന്നിട്ടുള്ള ശരാശരിയുടെ കൂടെ എന്ത് ചെയ്യണം? സംഖ്യ -1 ചെയ്യണം. സംഖ്യ -1. തന്നിരിക്കുന്ന ശരാശരി എത്ര? 27 അല്ലേ? 27 പ്ലസ് സംഖ്യ എത്ര? ഇവിടെ 4 സംഖ്യ തന്നിരിക്കുന്നത്. 4 - 1 3. 4 - 1 3 = 30. ഓക്കെ, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, ക്വസ്റ്റ്യനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷമാണ് അത് ചെയ്യേണ്ട രീതി പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി തന്നിട്ട് നമ്മളോട് വലിയ സംഖ്യയാണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ എളുപ്പവഴിയാണ് ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ ശരാശരി 50 ആയാൽ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ശരാശരി പ്ലസ് സംഖ്യ -1. അതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? സംഖ്യ -1. ഇവിടെ ശരാശരി എത്ര തന്നേക്കുന്നത്? 50. 50 പ്ലസ് സംഖ്യ എത്രയാ? 5. 5 - 1 4. ആൻസർ 54. ഓക്കെ ആണല്ലോ? സിമ്പിൾ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടർച്ചയായ 6 ഇരട്ട സംഖ്യയുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശരാശരി പ്ലസ് സംഖ്യ -1 അല്ലേ? സംഖ്യ -1. ഇവിടെ ശരാശരി എത്ര? 25. 25 പ്ലസ് സംഖ്യ എത്ര? 6. 6 - 1 5 അല്ലേ? 25 പ്ലസ് 5. ആൻസർ കിട്ടും 30. ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? അപ്പോഴേ നമുക്ക് തുടർച്ചയായ n നമ്പേഴ്സിൻ്റെ n ഇരട്ട സംഖ്യയുടെ ശരാശരി തരുന്നു. അതിൽ വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എന്താ? ശരാശരി പ്ലസ് സംഖ്യ -1. ശരാശരി പ്ലസ് വലിയ സംഖ്യ ആയതുകൊണ്ട് ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത മോഡൽ നോക്കിയേ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ ശരാശരി 30 ആയാൽ ചെറിയ സംഖ്യ ഏത്? തൊട്ട് മുമ്പുള്ള മോഡലിൽ നമ്മൾ പഠിച്ചത് തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ ശരാശരി 30 ആയാൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ശരാശരി പ്ലസ് സംഖ്യ -1. ശരാശരി പ്ലസ് സംഖ്യ -1. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ശരാശരി മൈനസ് സംഖ്യ -1. ഓക്കെ, 2 ഇക്വേഷൻ തമ്മിൽ എന്താ വ്യത്യാസം? വലിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ ശരാശരി കഴിഞ്ഞ് പ്ലസ് വരും. ചെറിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ ശരാശരി കഴിഞ്ഞ് മൈനസ് വരും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കണക്കൊന്ന് ചെയ്ത് നോക്കിയേ. 30 ഇവിടുത്തെ ശരാശരി 30 ആണ്. 30 മൈനസ് സംഖ്യ -1. സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 5 - 1 4. 30 - 4 26 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കിയേ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യയുടെ ശരാശരി 75 ആയാൽ ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശരാശരി മൈനസ് സംഖ്യ -1. ശരാശരി മൈനസ് സംഖ്യ -1. ശരാശരി എത്ര? 75. 75 മൈനസ് സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 6 - 1 5 ആണ് അല്ലേ? അപ്പോൾ 75 - 5 70. ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 80 ആയാൽ ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ശരാശരി മൈനസ് സംഖ്യ -1. ശരാശരി മൈനസ് സംഖ്യ -1. ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് 80 ആണ്. 80 മൈനസ് സംഖ്യ എത്ര? സംഖ്യ 7 ആണ്. 7 - 1 6. 50. 80 - 6 ആൻസർ കിട്ടും 74. ഓപ്ഷൻ എ. കഴിഞ്ഞ 2 മോഡൽ പഠിച്ചെന്താ? കഴിഞ്ഞ 2 മോഡലിൽ പറഞ്ഞെന്താ? തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി തരും. അതിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ ശരാശരി പ്ലസ് സംഖ്യ -1. ഇനി തുടർച്ചയായ n ഇരട്ട സംഖ്യയുടെ ശരാശരി തരും. അതിലെ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശരാശരി മൈനസ് സംഖ്യ -1 എന്ന് കണ്ടുപിടിക്കും.
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മോഡൽ 6 ഒന്ന് നോക്കിയേ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ ശരാശരി. ഒറ്റ സംഖ്യ കണ്ടോ, ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യയുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? വിഷമിക്കണ്ട, ഇരട്ട സംഖ്യ മാറി ഒറ്റ സംഖ്യ ആയാലും നമ്മുടെ ഇക്വേഷൻ മാറുന്നില്ല. ഇക്വേഷൻ വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇക്വേഷൻ ശരാശരി പ്ലസ് സംഖ്യ -1, ശരാശരി പ്ലസ് സംഖ്യ -1. ഇവിടെ ഒറ്റ സംഖ്യ ആയാലും ഇരട്ട സംഖ്യ ആയാലും ഇക്വേഷൻ മാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നോക്കിയേ, ഞാൻ തുടർച്ചയായ ഒരു 4 ഇരട്ട സംഖ്യകൾ എഴുതുവാണെന്ന് വിചാരിച്ചോ. 4, 6, 8, 10 അല്ലേ? എന്താ പ്രത്യേകത? ഞാൻ ഈ 4നെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ കിട്ടണമെങ്കിൽ x+2 ചെയ്യണം അല്ലേ? ഇനി 8 കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ കൂടെ x+4 ചെയ്യണം. ഇനി 10 കിട്ടണമെങ്കിൽ എക്സിൻ്റെ കൂടെ x+6 ചെയ്യണം അല്ലേ? ഇനി ഞാൻ അടുപ്പിച്ച് തുടർച്ചയായ ഒരു 4 ഒറ്റ സംഖ്യയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. 5, 7, 9, 11. ഇവിടെ എക്സിനെ, ഇവിടെ 5നെ ഞാൻ എക്സായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 7 കിട്ടണമെങ്കിൽ ഞാൻ x+2 എടുക്കണം. 9 കിട്ടണമെങ്കിൽ x+4 എടുക്കണം. 11 കിട്ടണമെങ്കിൽ x+6 എടുക്കണം അല്ലേ? അപ്പോൾ അതേ നോക്കിയേ, ഈ നമ്പരും സെയിം അല്ലേ? തുടർച്ചയായിട്ട് വരുന്ന ഇരട്ട സംഖ്യകളും തുടർച്ചയായിട്ട് വരുന്ന ഒറ്റ സംഖ്യകളുടെയും ഏകദേശം അതിൻ്റെ ഫോമുല സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഇക്വേഷനകത്ത് മാറ്റമൊന്നുമില്ലാതെ 5 ഒറ്റ സംഖ്യകളും 5 ഇരട്ട സംഖ്യകളുമാണ് തരുന്നതെങ്കിൽ, ശരാശരി തരുന്നതെങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ശരാശരി പ്ലസ് സംഖ്യ -1. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലും മാറ്റമൊന്നുമില്ല. എന്തായിരിക്കും ഇക്വേഷൻ? ശരാശരി മൈനസ് സംഖ്യ -1. അത് തന്നെ ആയിരിക്കും ഇക്വേഷൻ, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇരട്ട സംഖ്യയുടെ ശരാശരി എന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒറ്റ സംഖ്യയുടെ ശരാശരി എന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇക്വേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഈ കണക്കനുസരിച്ച് നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ശരാശരി 25 ആണ്. ശരാശരി 25 പ്ലസ് സംഖ്യ -1. സംഖ്യ എത്ര? 5. 5 - 1 4. ആൻസർ 29 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? അടുത്ത നോക്കിയ 6 ഒറ്റ സംഖ്യയുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരി പ്ലസ് സംഖ്യ -1. ശരാശരി പ്ലസ് സംഖ്യ -1 45. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 7 ഒറ്റ സംഖ്യയുടെ ശരാശരി 41 ആയാൽ വലിയ സംഖ്യ 41 പ്ലസ് സംഖ്യ -1. സംഖ്യ -1 ഈക്വൽ ടു 47. ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഇനി അടുത്ത മോഡൽ നോക്കിയേ, മോഡൽ 7. എന്താ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്? തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 25 ആയാൽ, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത്? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത്? സമ്മാണ് കാണാൻ ചോദിച്ചേക്കുന്നത് അല്ലേ? വലിയ സംഖ്യ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു, ചെറിയ സംഖ്യ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു അല്ലേ? ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുക കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോ. തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ശരാശരി, നമുക്ക് തന്നിട്ടുള്ള ശരാശരി ഉണ്ടല്ലോ, ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതി. എന്ന് വെച്ചാൽ ശരാശരിയെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതേ ഇവിടെ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക എത്രയായിരിക്കും? ഇവിടുത്തെ ശരാശരിയായ 25നെ 2 കൊണ്ട് ഗുണിക്കുക. 25 × 2 ആൻസർ 50 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ഇക്വേഷൻ അല്ലേ? ഇതേ നോക്കിക്കോ, അടുത്ത കണക്ക് നോക്കിയോ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 45 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്ര? 45 × 2. 45 × 2 90. 45 × 2 90. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ദേ അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യയുടെ ശരാശരി 40 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക എന്ത്? തുകയെന്ന് പറഞ്ഞാൽ ശരാശരിയുടെ ഇരട്ടി അല്ലേ? എന്ന് വെച്ചാൽ ഇവിടുത്തെ ശരാശരി 40 ആണ്. 40ൻ്റെ ഇരട്ടി 80. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ, ദേ അടുത്ത മോഡൽ. അങ്ങനെ 7ാമത്തെ മോഡൽ കഴിഞ്ഞു അല്ലേ? സിമ്പിളായിരുന്നല്ലോ. ഇത്രയും മോഡൽ സിമ്പിളായിരുന്നു. ആദ്യമേ നമ്മൾ 3 മോഡൽ പഠിച്ചു. ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള പഠിച്ചു. ഇരട്ട സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പഠിച്ചു. ഒറ്റ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ
തുടർച്ചയായ n ഇരട്ട സംഖ്യയുടെ ശരാശരി തന്നിട്ട് വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പഠിച്ചു. n ഇരട്ട സംഖ്യയുടെ ശരാശരി തന്നിട്ട് ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. n ഒറ്റ സംഖ്യയുടെ ശരാശരി തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒറ്റ സംഖ്യയുടെ ശരാശരി തന്നിട്ട് ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണാനും പഠിച്ചു. ഇനി അടുത്ത മോഡൽ നോക്കിക്കോ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും ഡിഫറൻസ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. വ്യത്യാസം കാണണമെങ്കിൽ 2 ഇൻറ്റു സംഖ്യ മൈനസ് 1 അല്ലേ. അപ്പുറത്ത് തുക കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതിയായിരുന്നു. ഇവിടെ വ്യത്യാസം കാണണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 1 കൊണ്ട് മൈനസ് ചെയ്യുക, സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്യുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാം 2 ഇൻറ്റു സംഖ്യ മൈനസ് 1. മനസ്സിലായോ? തുകയാണ് കാണുന്നതെങ്കിൽ ഈ 25ൻ്റെ ഇരട്ടി എടുക്കുക. തുകയാണ് കാണുന്നതെങ്കിൽ 25ൻ്റെ ഇരട്ടി എടുക്കുക. ഇതാണ് തുക ടോട്ടൽ. ഇനി ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ 5 ഒറ്റ സംഖ്യകൾ, ആ എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കുക. 5ൽ നിന്ന് 1 കുറച്ചാൽ 4, അതിൻ്റെ ഇരട്ടി എടുക്കുക. 2 ഇൻറ്റു 4 8. ഓപ്ഷൻ ബി. മനസ്സിലായോ? ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യയുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സംഖ്യ എടുക്കുക. സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ 5, 5ൻ്റെ ഇരട്ടി എടുക്കുക. 10. ആൻസർ 10. ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? തുടർച്ചയായ 8 ഒറ്റ സംഖ്യയുടെ ശരാശരി 30 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യ മൈനസ് 1 ഇൻറ്റു 2. സംഖ്യ മൈനസ് 1 എത്ര കിട്ടി? 7 കിട്ടി. 7 ഇൻറ്റു 2 14 എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പം തുക ചോദിക്കുകയാണെങ്കിൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുകയാണ് ചോദിക്കുന്നതെങ്കിൽ ശരാശരിയുടെ ഇരട്ടി എടുക്കുക. വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത മോഡൽ നോക്കിക്കോ. മോഡൽ 9, 9ാമത്തെ മോഡൽ നോക്കാം. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 70 ആണ്. മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 72 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? ഇത് ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇതിനൊന്നും സമയം കളയുന്നില്ല. നമ്മുടെ എളുപ്പ വഴിയിലേക്ക് പോകുന്നു. എത്ര വിഷയങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി, ഇവിടെ വിഷയങ്ങൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എത്ര മാർക്കാണോ കൂടിയത്, കൂടിയ മാർക്ക് ഡിവൈഡ് ബൈ കൂടിയ ശരാശരി. നമ്മൾ എളുപ്പവഴി പഠിച്ചു പോവുകയാണ്. കൂടിയ മാർക്ക് ഡിവൈഡ് ബൈ കൂടിയ ശരാശരി. ഇവിടെ കൂടിയ മാർക്ക് എത്ര മാർക്ക് കൂടിയാലാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കുട്ടിക്ക് ശരാശരി 70 മാർക്കാണ് വേണ്ടത് അല്ലേ. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 70 ആണ്. ഒരു കുട്ടിക്ക് 70 ശരാശരി കിട്ടിയത്. ആ കുട്ടിക്ക് മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും, അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക്? ടോട്ടൽ 14 മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 72 ആയേനെ. ശരാശരി എത്ര ആയേനെ? 72. നേരത്തെ 70 ഉണ്ട്, ഇപ്പോൾ എത്ര ആയേനെ? 14 മാർക്കും കൂടെ അധികം കിട്ടിയായിരുന്നെങ്കിൽ ശരാശരി 72 ആയേനെ. എന്ന് വെച്ചാൽ ശരാശരി 2 കൂടിയേനെ. അങ്ങനെയാണെങ്കിൽ എത്ര വിഷയങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 14 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. കൂടിയ മാർക്ക് 14 അല്ലേ. 14 മാർക്കും കൂടെ കൂടിയിരുന്നെങ്കിൽ എത്ര ശരാശരി കൂടിയനെ? 2 ശരാശരി കൂടിയനെ. അങ്ങനെയാണെങ്കിൽ 14 ഡിവൈഡ് ബൈ 2 7 എന്ന് കിട്ടും. 14 ഡിവൈഡ് ബൈ 2 7 എന്ന് കിട്ടും. ഓക്കെ ആണോ? സംഭവം മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 90 ആണ്. ആ കുട്ടിക്ക് ശരാശരി എത്ര ഉണ്ട്? 90 ഉണ്ട്. മലയാളത്തിന് 20 മാർക്കും ഇംഗ്ലീഷിന് 15 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 95 ആയേനെ. അപ്പം
മലയാളത്തിന് 20ഉം ഇംഗ്ലീഷിന് 15ഉം ടോട്ടൽ 35 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ 35 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ രണ്ടിനും കൂടി 35 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 90 എന്നുള്ള ശരാശരി എത്രയിലേക്ക് വന്നേനെ? 95ലേക്ക് വന്നേനെ. എന്ന് വെച്ചാൽ ശരാശരി 5 വർദ്ധിച്ചേനെ. ശരാശരി 90ൽ നിന്നും 95ലേക്ക് വന്നേനെ. അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് എത്ര വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്? വിഷയങ്ങളുടെ എണ്ണം ഈക്വൽ ടു കൂടിയ മാർക്ക് അല്ലേ? എത്ര മാർക്കാണ് കൂടിയത്? കൂടിയ മാർക്ക് ഡിവൈഡ് ബൈ കൂടിയ ശതമാനം അല്ലേ? എത്ര മാർക്കായിരുന്നു കൂടേണ്ടത്? ഇംഗ്ലീഷിന് 20, മലയാളത്തിന് 20ഉം ഇംഗ്ലീഷിന് 15ഉം. അങ്ങനെ 35 മാർക്ക് കൂടിയിരുന്നെങ്കിൽ 5 ശരാശരിയും കൂടെ കൂടിയേനെ. അങ്ങനെയാണെങ്കിൽ 35 ഡിവൈഡ് ബൈ 5 ആൻസർ 7 എന്ന് കിട്ടിയേനെ. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോ. ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 85 ആണ്. ആ മലയാളത്തിന് 15 മാർക്കും ഇംഗ്ലീഷിന് 20 മാർക്കും ഹിന്ദിക്ക് 10 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 90 ആകുമായിരുന്നു എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്? എന്താ പറഞ്ഞേ? മലയാളത്തിന് 15 മാർക്കും ഇംഗ്ലീഷിന് 20 മാർക്കും ഹിന്ദിക്ക് 10 മാർക്കും കൂടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര മാർക്ക് കൂടി കൂടിയിരുന്നെങ്കിൽ 3നും കൂടി 15 + 20 + 10 ആൻസർ 45 മാർക്ക് എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ, അധികമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ 85 എന്നുള്ള ശരാശരി 90ലേക്ക് വന്നേനെ. അങ്ങനെയാണെങ്കിൽ എത്ര വിഷയങ്ങളുണ്ട്? വിഷയങ്ങൾ ഈക്വൽ ടു അല്ലേ കൂടിയ മാർക്ക്. എത്ര മാർക്കായിരുന്നു കൂടേണ്ടത്? 45 മാർക്ക് 3നും കൂടി കൂടിയിരുന്നെങ്കിൽ നമുക്ക് ശരാശരി എത്ര കൂടിയേനെ? 5 കൂടിയേനെ. അങ്ങനെയാണെങ്കിൽ 45 ഡിവൈഡ് ബൈ 5 ആൻസർ 9 എന്ന് കിട്ടിയേനെ. ആൻസർ 9 എന്ന് കിട്ടിയേനെ. ഓപ്ഷൻ എ. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ 9 മോഡൽ ആദ്യമേ തന്നെ പഠിച്ചു അല്ലേ? ശരാശരിക്കകത്ത് നിന്ന് ആവറേജിൽ നിന്നും നമ്മൾ 9 മോഡൽ പഠിച്ചിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന 9 മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടെ ഇതൊന്ന് എത്തിക്കുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.